അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി ചോദിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നെയിൽ സ്റ്റിക്കേഴ്സ് പിടിക്കാമല്ലേ. ആദ്യം തന്നെ ഇതുപോലെ ഒരു പേപ്പർ എടുത്ത് ഇതുപോലെ കുട്ടി കുട്ടി ഷേപ്സൊക്കെ അങ്ങോട്ട് വരച്ച് ഔട്ട്ലൈനൊക്കെ കൊടുത്ത് അങ്ങോട്ട് കളർ ചെയ്യുക. ഇനിയാണ് ടാസ്ക്. ഇതുപോലെ കുട്ടി സാധനത്തിന് അങ്ങനെ വെട്ടിയെടുക്കണം. ഔട്ട്ലൈനോട് ചേർന്ന് വേണോട്ട് വെട്ടിയെടുക്കാൻ വേണ്ടി. പിന്നെ ബട്ടർ പേപ്പർ എടുത്ത് ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കവർ ചെയ്യാം. പിന്നെ കുട്ടി സാധനത്തിൽ അങ്ങനെ നിരത്തി വെച്ചിട്ട് പിന്നെയും ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ട് കവർ ചെയ്യാം. തീർന്നില്ല, ഇനിയും വെട്ടണം. ഇതുപോലെ ബട്ടർ പേപ്പർ പുറത്ത് കാണുന്ന രീതിയിൽ ചെറുതായിട്ട് അങ്ങോട്ട് വെട്ടിക്കൊടുക്കാം. എന്നിട്ടൊരു OHP ഷീറ്റ് അങ്ങനെ എടുക്കാം. എന്നിട്ട് പുറകിൽ നിന്ന് ബട്ടർ പേപ്പർ അങ്ങോട്ട് പൊളിച്ച് കളയാം. പിന്നെ ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് ഒട്ടിക്കാം. അത്രേ ഉള്ളൂ എന്ന്. ഭയങ്കര സിമ്പിളല്ലേ. പിന്നെ ഒരു നെയിൽ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലേബലും കൂടി അങ്ങോട്ട് കൊടുത്തേക്കാം. ഇനി നമുക്കിതൊരു വല്ല മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ടാകുന്ന നോക്കിയാലോ. നോക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. സാധനമൊക്കെ നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. പക്ഷേ ഇത്രയും കൂടി നഖത്തിന് നീളുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്കാ? അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി ഒരു കമൻറ്റ് ചെയ്യും, ഒരു ലൈക്ക് ചെയ്യുന്നു. താങ്ക് യു.